രാവിലെ ചെറിയൊരു പനിയുടെ കോളുണ്ട്. പനിയായിട്ടില്ല, പക്ഷെ എന്നാലും എന്തോ സൗണ്ടിനൊരു വ്യത്യാസവും മൂക്കടപ്പും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ നനയേണ്ടി വന്നു. അത് വേറെ നിവൃത്തിയില്ല, നനഞ്ഞു പോയതാണ്. അന്നേരം അതിൻ്റെ ഒരു വയ്യാഴികയുണ്ട്. കുഴപ്പമില്ല, പക്ഷേ ബെറ്ററാവും. രാവിലെ ഇന്ന് അതുകൊണ്ട് ഇന്ന് വെച്ച് ലേറ്റായി. പക്ഷെ ഇന്ന് പെട്ടെന്ന് കുറച്ച് പണികൾ തീർക്കാനുണ്ട്. ഇന്നെനിക്ക് എന്താ ചക്കരെ എന്തോ ചക്കരെ വരാം, വെയിറ്റ് ചെയ്യ്. അപ്പം ഇന്ന് എനിക്ക് 2 ക്ലാസ് ഉണ്ട്. ഒന്ന് കുന്നിക്കോടും ഒന്ന് കോട്ടോട്ടത്ത്. ഉച്ച കഴിഞ്ഞ് ഇവിടെയാണ് ക്ലാസ്. ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് കുന്നിക്കോട് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി പണികൾ ഇപ്പോൾ തീർക്കാനും ഉണ്ട്. വീണോടാ ചാർലി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി പണികൾ തീർക്കാനും ഉണ്ട്. വീട്ടിലെ കുറച്ച് പണിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ക്ലാസ് എടുക്കാം. ഇവിടുത്തെ ക്ലാസ്സാണ് ഫസ്റ്റ്, അതിന് കയറണം. ഇച്ചിരി തുണിയും കൂടെ കഴുകാനുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തുടയ്ക്കണം. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തുകൂടെ മോനെ ബാ, എൻ്റെ മക്കളില്ലാതെ എന്താ വീഡിയോ? വട നമ്മുടെ ചെറുക്കൻ വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ തുടങ്ങാം. ഓക്കെ അല്ലേ? എന്തായാലും ആദ്യം ഇവനെ ചീപ്പി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവനെ കൊണ്ടുവന്നിട്ട് ഇതുവരെ വലിയ ജീപ്പ് മേടിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അല്ല സോറി, ചെറിയ ജീപ്പ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജീപ്പ് ആശാനെ ഒന്ന് ചീപ്പാന്ന് കരുതി. നമുക്ക് ഇവനെ ഒന്ന് ചീപ്പി ഇടാം. കുഞ്ഞാണ്ടി, ചാർലി, നോട്ട് എൻ്റെ പൊന്നിൻ്റെ കണ്ണ്. നമുക്ക് ഇന്നായപ്പോൾ ഇവന് 40 ദിവസം, ഒരു 2 ദിവസം കൂടെ കഴിയട്ടെ. കഴിഞ്ഞിട്ട് കൊണ്ടുപോയി വാക്സിൻ എടുക്കാം. ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് 2-3 ദിവസം ആവുന്നില്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുളിപ്പിക്കാത്തത്. വീടുമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങിയിട്ട് ഇവനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചേ. നമുക്ക് ഇവനെ ഒന്ന് ലെവലാക്കാം. ഇവിടെ ഇരി, നോക്കട്ടെ. അവിടെ ഇരുന്നാ നിൻ്റെ ഫാൻസിന് എന്നെ കാണാൻ പറ്റില്ലടാ ചാർലി. എൻ്റെ മക്കൾ ഇവൻ്റെ പേരൻസ് അടിപൊളിയാണ് കേട്ടോ. ഡൽഹിയിൽ നിന്ന് ആണ് പേരൻ്റ്. കോമ്പറ്റീഷനൊക്കെ ഇറക്കുന്നതായിരുന്നു. അപ്പോൾ അത്ര ഹെയർ ക്വാളിറ്റി ഉണ്ട്. എൻ്റെ കാലിൻ്റെയൊക്കെ ഹൈറ്റൊക്കെ കണ്ടല്ലേ, അതായത് കറക്റ്റ് ഷിച്ചുവിൻ്റെ കറക്റ്റ് ലൈനേജാണ്. അധികം ഹൈറ്റൊന്നും വരത്തില്ല. പൊളിയാണ് ആൾ. ഇല്ല ഓക്കെ. അവനെ ഒന്ന് കോമ്പ് ചെയ്ത് വിട്ടില്ലെങ്കിലേ കുഞ്ഞല്ലേ, ഒരുപാട് കോമ്പ് ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് പിടിച്ചൊക്കെ നിർത്തിയൊക്കെ കോമ്പ് ചെയ്യാനേ പറ്റൂ. ഇനി ഒന്ന് നനച്ചെങ്കിലും കോമ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ വാക്സിൻ എടുത്തിട്ടേ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നുള്ളൂ. ഇവനെ അധികം അവരുടെ കൂടെ ഒന്ന് കളിപ്പിക്കാൻ വിടാത്തതും അതുകൊണ്ടാണ്. കുഞ്ഞല്ലേ നമ്മുടെ ഇവിടെ. പിന്നെ ഒരുപാട് പട്ടികൾ, തെരുവ് പട്ടി കുഞ്ഞുങ്ങളുടെ ശല്യം ഒരുപാടാണ്. അപ്പം എന്തേലും അസുഖം നമ്മുടെ ചെറുക്കന് വന്നാലോ, അതുകൊണ്ട് ഞാൻ ഭൂതം പൊന്നാക്കുന്ന പോലെ കൊണ്ടു നടക്കുന്നത്. മുഖം കാണിച്ച് എന്തായാലും നമുക്ക് ഇവനെ കോമ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇന്ന് ജസ്റ്റ് ഞാനൊന്ന് ചീപ്പിച്ചു തന്നെ ആക്കിയതാ. ഇതണ്ടേ, ആള് സെറ്റായി. ചിന്തരാ നമുക്ക് അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാം. ഇനി ഇവനുള്ളത് കൊടുക്കണം, നമ്മളെ ബാക്കി കുഞ്ഞുങ്ങൾക്കുള്ളത് കൊടുക്കണം. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കാൻ. ഇച്ചിരി പാത്രം കഴുകാനുണ്ട്, തുണി കഴുകാനുണ്ട്. ഞാൻ ഇതുവരെ വെള്ളം പോലും കുടിച്ചില്ല. ഇനിയിപ്പം ഇച്ചിരി ചൂടുവെള്ളം കുടിക്കണം. രാവിലെ ചായ കുടിക്കില്ല. നമ്മുടെ ഫെഡറേഷനിൽ പിന്നെ ആരും അങ്ങനെ ചായ കുടിക്കത്തില്ല.
നമ്മൾ ചായക്ക് പോലും എതിരാണ്. ചായ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുടിക്കത്തില്ല. അതുകൊണ്ട് രാവിലെ ചായ കുടിയൊന്നുമില്ല. ഒന്നെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ബൂസ്റ്റ് കുടിക്കും. ബൂസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുടിക്കും. എന്തായാലും ഇതാണ് ഇന്നത്തെ പരിപാടി. ഇവനെ ഒന്ന് സെറ്റാക്കി ഇനി നമുക്ക് ഇവനുള്ള ഫുഡും കാര്യങ്ങളും അവനെ പോയി തുറന്നു വിടാം. അല്ലെങ്കിൽ അവിടെ കിടന്ന് ഇപ്പം തുടങ്ങും. അവരെ തുറന്നു വിട്ട് കാണ്ട് ഇവിടെ കിടന്ന് കൊരയും ബഹളമാണ് കുഞ്ഞുങ്ങൾ. ഇനി അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാതെ എണ്ണിക്കാൻ പറ്റത്തില്ല. എന്താണ് ടെസേ? അതെ, ബെല്ല വരുന്നു. ബെല്ല എഴുതി രണ്ടുകൂടെ എന്നെ ബാധിക്കും. എൻ്റെ മൈക്ക് തുടരുത്. അവിടെ ഇല്ല. ബെല്ലാര് കാറിലെ കണ്ടോണ്ടാ കുറച്ച്. എൻ്റെ കൊച്ചു പേടിച്ചു. ഡേ മാറ് ടെസേ മോളെ. എൻ്റെ കൊച്ചിനെ കുറച്ചോട്ടില്ല എന്നെ തട്ടു. മാറ് പോ. എൻ്റെ ചക്കൻ പേടിച്ചു പോയി. ഡേ മറിയോട്ട് അല്ലേ അടി. അത് കുഞ്ഞാവേ, എൻ്റെ ചെറുക്കനോ എല്ലാം ചെയ്താ നിന്നെ ഞാൻ തട്ടും. എൻ്റെ മോമ്പാ എന്ത് കളിയാനൊക്കെ? എൻ്റെ കുഞ്ഞിൻ്റെ നെഞ്ച് പടപടാ ഇടിക്കുന്നു. ആ ചെലന്തി വല്ല. ഇതെൻ്റെ ചെറുക്കനാ. ഇവനെ നോക്കി കുറച്ചാ കിണിക്കാൻ തരുമ്പോ അല്ലേ? ആ എൻ്റെ ചാർലി മോൻ പേടിക്കണ്ട, ഞാനുണ്ട്. നീ പിറ്റ്ബുള്ളാണെങ്കിലേ ഞാൻ നിന്റെ ഉടമസ്ഥനാ. ഇടിയുണ്ടല്ലോ, ഇടി കേട്ടോ. ആ അപ്പോൾ ഇവനെ നോക്കി കുറച്ച്. എൻ്റെ ചെറുക്കൻ പാവല്ലേ, നമ്മുടെ കുഞ്ഞല്ലേ, അവൻ പേടിച്ചു പോകത്തില്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. 6 മുട്ട എടുത്തിട്ടുണ്ട് മൊത്തം. അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് നമ്മുടെ ബെല്ലയ്ക്കും ടെസയ്ക്കും ഈ 2 മുട്ട വെച്ചിട്ട്, പിന്നെ 2 എണ്ണം എനിക്കും ചാർലിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നാടൻ മുട്ടയാണ്. അന്നേരം മൊത്തം 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ബൂസ്റ്റ് തിളപ്പിക്കാൻ ഞാൻ പാല് വെച്ചേക്കാണ് അടുപ്പ്. ഇത് ഇപ്പുറത്തെ ഗ്യാസിലോട്ട് നമുക്ക് മുട്ട വയ്ക്കാം. മൊത്തം 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പുഴുങ്ങി വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കുറച്ച് പാത്രമുണ്ട്, അതൊന്ന് കഴിവട്ടെ. ഓക്കെ, ഞാനൊന്ന് പുറത്ത് വരെ പോയതാ. ഒന്നുമില്ല, വേണ്ടേ 2 ട്രേ മുട്ടയും ഇച്ചി പഞ്ചസാരയും മേടിച്ച്. മുട്ട ഇവിടെ ഇനി 2 എണ്ണം കൂടെ ഇരിപ്പുള്ളൂ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ. അങ്ങനെ 2 ട്രേ മുട്ട മേടിച്ച് പഞ്ചസാരയും മേടിച്ച്. ബാക്കി അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം ഞാൻ ഒതുക്കി. ഇനി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള പണിയാണ്. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. എന്താ വരുന്നടാ ചക്കര എപ്പോൾ ഞാൻ അതുവഴി പോയാലും ചക്കരേന്ന് വിളിക്കും. ചക്കരേ. ആ അപ്പോൾ നമുക്കിനി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാം. ഞാൻ നമ്മുടെ ചാർലിക്കുള്ളത് ഫുഡ് ഇതിലെടുത്തിട്ടിട്ട് കുതിരാൻ ഇടാൻ പോവുക. അന്നേരം നമ്മുടെ സെയിം റോയൽ ക്യാൻ തന്നെ മിനി സ്റ്റാർട്ടർ അത് തന്നെ ഇപ്പം എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി മുട്ട പൊട്ടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. രാവിലെ അവന് മാത്രമേ ഉള്ളൂ ഇപ്പം. അതുകൊണ്ട് അവന് വേണ്ടി മാത്രം, രാവിലത്തേക്ക് വേണ്ടി മാത്രം കുറച്ചെടുത്താൽ മതി. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കുതിരാൻ വെക്കണം. അത് കുതിരാൻ നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചാൽ വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അത് ഒഴിച്ച് നല്ല ചൂടുണ്ട്. അത് ഒഴിച്ചിട്ടുണ്ട്. അത് ഒന്ന് കുതിരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നാല് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുപ്പിക്കട്ടെ. നല്ല ചൂടുണ്ട്.
ഇത് ഇനി പൊട്ടിച്ച് ബെല്ലയ്ക്കും ടെസയ്ക്കും രാവിലത്തെ ഓക്കെ. അത് പൊട്ടിക്കട്ടെ, ഞാൻ അപ്പോഴത്തേക്ക് കണ്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അതൊന്ന് പൊട്ടിച്ച് അവർക്കുള്ള 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അത് ബെല്ലയ്ക്കും ടെസയ്ക്കും കൊടുക്കണം. നമുക്കിനി അവർക്കത് കൊടുക്കാം. ചാർലി അങ്ങ് മാറ്റിയിടട്ടെ, ഇല്ലെങ്കിൽ വെളിയിൽ വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അവരതെടുത്ത് തറയിലിട്ടിട്ട് ആ മണ്ണൊക്കെ തിന്നും. അതുകൊണ്ട് ചാർലിയെ നമുക്ക് അകത്തോട്ടിട്ട് അടച്ചിട്ട് നമുക്ക് അവർക്കുള്ള കൊടുത്തിട്ട് നമുക്ക് ബാക്കി അവൻ്റെ കൊടുക്കാം. അവൻ്റെ കുതിരാൻ വെച്ചേക്കുന്നേ ഉള്ളൂ, കുതിർന്നില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ബെല്ലയ്ക്കും ടെസയ്ക്കും ഉള്ളത് കൊടുക്കാം. ബെല്ലേ, ടെസേ, ബാ. നമുക്ക് അവർക്കുള്ള കൊടുത്തിട്ട് നമുക്ക് ചാർലിക്കുള്ളത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കും, ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളത് കൊടുക്കാം. കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ടെസേ, ബെല്ലേ, 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 എല്ലാവർക്കും ഓരോ കടിക്കുള്ളതേ ഉള്ളൂ. കഴിഞ്ഞു, 4 മുട്ടയും കഴിഞ്ഞു. അപ്പോൾ അവർക്കുള്ളത് കൊടുത്തു. ഇനി നമ്മുടെ ചാർലിക്കുള്ളത് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി എനിക്ക് വല്ലതും കഴിക്കാം. ചക്കരയ്ക്ക് ഇനിയിപ്പോൾ ഇച്ചിരി തണ്ണിമത്തനുണ്ട്, അതുകൂടെ കൊടുക്കണം. അത് കഴിഞ്ഞാൽ എനിക്ക് വല്ലതും കഴിക്കണം. പിന്നെ കുളിച്ച് സെറ്റായിട്ട് വേണം ഇനി ക്ലാസ്സിൽ കയറാൻ. പിന്നെ പെരയ്ക്കാൻ തൂക്കാനുണ്ട്. സമയമുണ്ടെങ്കിൽ ഇപ്പം തൂക്കും, ഇല്ലെങ്കിൽ ഞാൻ വൈകിട്ടത്തേക്ക് തൂക്കും. ഇനിയിപ്പോൾ സമയം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാനും കഴിച്ച് കഴിഞ്ഞിട്ട് തൂത്ത് തുടച്ചിട്ടിട്ട് ഞാൻ ക്ലാസ്സിനങ്ങ് കയറും. പിന്നെ ഞാൻ ചാർലിക്കുള്ളതുകൂടെ കൊടുക്കണം. അത് കുതിർന്ന് കാണും, നോക്കട്ടെ. കുതിർന്നു. ചാർലിക്കുള്ളത് സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചി വെള്ളമുണ്ട്, അത് നമുക്ക് കളയാം. ഓക്കെ, ചാർലിക്കുള്ളത് കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി, നല്ല ചൂടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളക്കി അങ്ങോട്ട് ഇതാക്കിയിട്ട് അവനങ്ങ് കൊടുക്കും. അവന് കൊടുത്ത് വെള്ളവും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അവനെ എവിടെയെങ്കിലും ഇട്ട് അടച്ചിട്ടേ ഞാൻ തൂക്കും. അല്ലെങ്കിൽ എൻ്റെ വാലേ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഞാൻ അറിയാതെ ചവിട്ടം കാണാൻ കൊടുക്കും. ഇനിയിപ്പോൾ അവനെ ഇപ്പോൾ തുറന്നു വിട്ട് നമുക്ക് ഇതങ്ങ് കൊടുക്കാം. ഞാൻ പോയി അവനെ തുറന്നു വിടട്ടെ. അവനുള്ളത് അവനെ തുറന്നു വിട്ടിട്ടുണ്ട്. അവനുള്ളത് അവൻ്റെ ഈ പാത്രത്തിലോട്ട് മാറ്റട്ടെ. എന്നിട്ട് അവനിത് നമുക്ക് കഴിക്കാൻ കൊടുക്കാം. അവനൂടെ കഴിച്ച് സെറ്റായി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി ഏകദേശം ഇവരുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അയ്യോ, പാല് ചെറുതായിട്ട് പാല് ഒന്ന് ചൂടാക്കാൻ വെച്ചാൽ ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അതങ്ങ് തണുത്ത്. അന്നേരം അതൊന്ന് ചൂടാക്കാൻ വെച്ചപ്പോൾ തൂവിപ്പോയനെ. അങ്ങനെ ഇതിപ്പം അവന് കഴിക്കാൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവൻ്റെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പരിപാടി രാവിലത്തെ കഴിഞ്ഞ് നമുക്ക് കാണണ്ടേ. ഇത് ഞാൻ അവന് കൊടുക്കുക. അവൻ രാവിലെ വയറ് നിറഞ്ഞിരിക്കുക, എന്നാലും നോക്കാം, നമുക്ക് കൊടുക്കാം. രാവിലത്തെ കൊടുക്കണമല്ലോ. എന്തി ബാ. ആശാൻ രാവിലത്തെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവനോട് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ എനിക്കുള്ള കഴിക്കാൻ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ. അപ്പം അവന് കഴിച്ചു കഴിഞ്ഞാൽ അവനെ ഞാനിപ്പം അകത്തിട്ട് അടച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും വല്ലതും കഴിച്ച് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ചിട്ട് ക്ലാസ്സിന് കയറും. ഇന്ന് കുന്നിക്കോട് കോട്ടവട്ടം 2 ക്ലാസ്സാണ് ഉള്ളത്. വേറെ എന്തായിരുന്നു ഇന്ന് പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇതൊക്കെ തന്നെ, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി ഞാനിവിടെ ഇരിക്കുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.